ഇലക്ഷന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. കേരളത്തിൽ 20-ൽ 20 സീറ്റും UDF നേടുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ നേതാവ് MP കോയ പറയുന്നു. LDF BJPക്കൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊന്നാനി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ ഇലക്ഷനിൽ ഇപ്രാവശ്യം വളരെ വലിയ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനി വിജയിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ട്രെൻഡ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ ഭൂരിപക്ഷം ലഭിക്കാനാണ് സാധ്യത. കാരണം ഒന്നാമത്തത് സ്ഥാനാർത്ഥിയുടെ മികവ് തന്നെ അക്കാര്യത്തിൽ ഒരു വലിയ ഉദാഹരണമാണ്. കാരണം വളരെ മികവുള്ള ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ 3 കൊല്ലക്കാലം ഇന്ത്യൻ പാർലമെൻറ്റിൽ മലപ്പുറം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് MP ആയിരുന്ന അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അക്കാര്യത്തിൽ പ്രത്യേകിച്ച് UDF മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട്, അതോടൊപ്പം UDFൻ്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനെ 100% പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ 3 കൊല്ലം അദ്ദേഹം മലപ്പുറം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുതന്നെ സത്യത്തിൽ ഈ ഒരു പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടനയും മറ്റുമൊക്കെ ജനാധിപത്യവും മതേതരത്വമൊക്കെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന രീതിയിൽ ആളുകളിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളിൽ ഒരു വലിയ ഒരാവേശം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പൊന്നാനി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം. യഥാർത്ഥത്തിൽ അത് ലീഗിനല്ല ക്ഷീണം ചെയ്യാം. സത്യത്തിൽ CPM എന്ന് പറയുന്ന അവരുടെ പരസ്യത്തിലൊക്കെ പറയുന്നത് പോലെ അവരില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, അതുപോലെ രാഷ്ട്രീയ പാർട്ടി, ഒരു മുന്നണി, അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ പൊന്നാനി പാർലമെൻറ്റ് നിയോജകമണ്ഡലം UDFൻ്റെ ഒരു ശക്തി ദുർഗമാണ് എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പേ സമ്മതിക്കുന്നതാണ് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ ലീഗിനല്ല ഭയപ്പാട്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ എത്തിച്ചേർന്നത് സ്വന്തമായിട്ട് ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് പൊന്നാനി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ തങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ തങ്ങളുടെ ഒരു രാഷ്ട്രീയ നേതാവിനെ കിട്ടാത്ത ഒരവസ്ഥയാണ് സംജാതമായിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ കാണുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം പല കാലത്തും പലരും പലയിടത്തും ലീഗിന് തെറ്റിയവരും പോയവരും പുതിയ ആളുകളും സ്വതന്ത്രന്മാരും ഒക്കെ പൊന്നാനി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ അവർ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളൊക്കെ പൊന്നാനി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പരാജയമായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ കാല പൊന്നാനി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബനാത്തുവാല സാഹിബ്, ഇബ്രാഹിം സുലൈമാൻ സെഡ് സാഹിബ്, അതുപോലെയുള്ള മറ്റ് സംസ്ഥാനക്കാരായ നേതാക്കൾ വരെ വിജയിച്ചു പോയ നിയോജകമണ്ഡലമാണ് പൊന്നാനി. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് പോയ ആളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നതിന് വലിയ ഒരു ഗൗരവം ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ കാണില്ല എന്ന് തന്നെയാണ് അതിലെ യാഥാർത്ഥ്യം. മൊത്തത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു പുതിയ മാറ്റത്തിൻ്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം. ഇവിടെ ഇടതുപക്ഷം പറയുന്നതൊന്നുമല്ല, സത്യത്തിൽ NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് മത്സരം. അത് കേരളത്തിലും അങ്ങനെ തന്നെയാണെന്നാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ത്യ മഹാരാജ്യം 77 വർഷത്തിന് ശേഷം ഇനിയും പഴയ കാഴ്ചപ്പാടിലൂടെ നിലനിൽക്കണമെന്നും ഇന്ത്യയുടെ ഭരണഘടന നമുക്കൊക്കെ അറിയാം, ലോകോത്തരാണ്. ലോകത്ത് ഇത്രയും മഹത്തായ ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യം വേറെയില്ല, ജനാധിപത്യ രാജ്യം. ആ നിലക്ക് തന്നെ, കാരണം വിവിധ മതജാതികളൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്ത് അവർക്കൊക്കെ ആവശ്യമായ രീതിയിലുള്ള പരിരക്ഷ നൽകുന്ന ഒരു ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്.
ആ ഭരണഘടന അതുപോലെ നിലനിൽക്കണം എന്നാണ് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികളൊക്കെ ഒരേപോലെ. അത് മതത്തിനെ കൊണ്ട് വിഭജിക്കാൻ കഴിയുന്നതല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. കാരണം ഏറ്റവും വലിയ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭരിക്കുന്നവർ. അത് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു പുതിയ മാറ്റത്തിൻ്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ LDF അതല്ലെങ്കിൽ CPM അതിനൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം ബംഗാളിലൊക്കെ CPM ഇന്ത്യ മുന്നണിയിലാണെങ്കിലും BJPയുമായി ഇൻറ്റേർണൽ അലയൻസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. കേരളത്തിലെയും സ്ഥിതി അത് തന്നെയാണ്. കാരണം നമ്മളാരും കേട്ടിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മുന്നണിയുടെ ഒരു നേതാവ് മറ്റ് സ്ഥാനാർത്ഥികളെ കുറിച്ച് നല്ലത് പറയുന്നത്. NDAയുടെ സ്ഥാനാർത്ഥികളൊക്കെ വളരെ മികവുറ്റവരാണ് എന്ന് LDFൻ്റെ കൺവീനർ തന്നെ പറയുന്ന ഒരവസ്ഥാവിശേഷം കേരളത്തിൽ കേൾക്കുകയുണ്ടായി. അതൊന്നും കേട്ടുകേൾവില്ലാത്തതാണ്. അതൊക്കെ തെളിയിക്കുന്നത് കേരളത്തിലടക്കം അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും മുഖ്യ ശത്രുവായി കാണുന്നത് ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയുമാണ്. ഇന്ത്യ മുന്നണിയിലുണ്ട് എന്ന് പറഞ്ഞാലും അതിൻ്റെയുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ 6 സീറ്റുണ്ടായിരുന്ന BJP 78 സീറ്റിലേക്ക് കുത്തനെ ഉയർന്നത് ഇവർ തമ്മിലുണ്ടായ ഒരു ഇൻറ്റേർണൽ അലയൻസിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ BJP ഇവരെ പറ്റിച്ചു. ഇവരെ സംബന്ധിച്ചോ ഇവർക്ക് അവിടെ അക്കൗണ്ട് തുറക്കാൻ പോലും CPMന് കഴിഞ്ഞില്ല എന്നുള്ള. BJP അവർ സഹായിച്ചു. BJPയുടെ സീറ്റിനെ ഉയർത്തി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവർ നടത്തി. പക്ഷേ തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയില്ല. അതേപോലെ തന്നെയാണ് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും CPMും തമ്മിലുണ്ടാക്കിയ അലയൻസ്. പക്ഷേ ഇവിടെ അവർ തിരിച്ച് ചതിക്കുകയാണ് ചെയ്തത്. BJP CPMന് ആവശ്യമുള്ള സീറ്റുകളിലൊക്കെ CPMനെ സപ്പോർട്ട് ചെയ്തെങ്കിലും തിരിച്ച് CPM BJPയെ സപ്പോർട്ട് ചെയ്തില്ല. ഈ 2 സംസ്ഥാനത്ത് തിരിച്ചും മറിച്ചും ചെയ്ത ഒരവസ്ഥയുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയം പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പോഴും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സംശയിക്കുന്നു ഒരേ തൂവൽ പക്ഷികളാണ് BJPയും LDFും എന്ന. അവർ തമ്മിലുള്ള ആ അന്തർധാര സജീവമാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ആ അന്തർധാര കേരളത്തിലെ ജനാധിപത്യ വിശ്വാസം, പ്രത്യേകിച്ച് കേരളം അത്തരം ആളുകളെയൊക്കെ തൂത്തെറിയുന്ന ഒരു സ്വഭാവത്തിലുള്ള അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ആയ ആളുകളാണ് കേരളത്തിലെ ആളുകൾ. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു മാറ്റം വരാനാണ്. അതിനെ തൂത്തെറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇവരെങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയാലും ആ അഡ്ജസ്റ്റ്മെൻറ്റൊന്നും വിലപ്പോകാൻ പോകുന്നില്ല എന്ന രീതിയിൽ. കാരണം നമ്മളൊക്കെ കേട്ടതാണ് വടകരയിലെ നമ്മുടെ സ്ഥാനാർത്ഥിക്കെതിരെയൊക്കെ UDFൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള പ്രചരണം നടത്തുക. BJPയും CPMും ഒരേ സ്റ്റൈലിലാണ് പ്രചരണം നടത്തുന്നത്. ആ പ്രചരണത്തിൻ്റെ സ്റ്റൈൽ നമുക്ക് മനസ്സിലാക്കിയാൽ കഴിയും. ഇവിടെ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളുടെ പിന്തുണ വേണം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ വേണം എന്ന രീതിയിൽ അതിനനുകൂലമായിട്ടുള്ള ചില സമീപനങ്ങൾ വാക്കുകൾ കൊണ്ട് മാത്രം വാചക കസർത്തുകൾ ഉണ്ടെങ്കിലും അതൊന്നും വേണ്ട രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ അവരുടെ ഭരണത്തിൽ അത്തരം ഒരു സഹായങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരവസ്ഥയാണ്. അത് ഒരു പ്രതീക്ഷയൊന്നുമല്ല. ഈ സത്യത്തിൽ കേരളത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ നോക്കിക്കാണുന്ന ആളുകൾക്കറിയാം 20-20 UDF നേടും, ഒരു സംശയമില്ല. ഇവിടെ ആദ്യമായി CPMന് 0 ആവാൻ പോകുന്നൊരു തിരഞ്ഞെടുപ്പാണ്. 19 സീറ്റും നേടിയവരാണ് അവർ. അവരെ സംബന്ധിച്ചിടത്തോളം 0 ആകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഈ കേരളത്തിലെ കഴിഞ്ഞ 8 വർഷമായിട്ട് നടക്കുന്ന ഭരണത്തിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മാറും എന്നുള്ളൊരു യാഥാർത്ഥ്യം. കാരണം ആ രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ്. അവരുടെ നിത്യജീവിതം താറുമാറായിപ്പോയി. കുടുംബ ബഡ്ജറ്റുകൾ ഇല്ലാതായിപ്പോയി. സാധാരണ കുടുംബ ബഡ്ജറ്റ് താറുമാറായി എന്നാണ് പറയുക, അല്ലെങ്കിൽ താളം തെറ്റി എന്നാണ് പറയുക. അതേസമയം കുടുംബ ബഡ്ജറ്റ് തന്നെ ഇല്ലാത്ത കോലത്തിലേക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, പിന്നെ എല്ലാ രംഗത്തും നികുതി വർധനവ്,
ഒരു ഫാഷനായി സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ അതുകൊണ്ട് ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏർപ്പാടില്ല. മറിച്ച് അത് ദൂർത്തടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ നവകേരള യാത്രയൊക്കെ നമുക്കറിയാം. വല്ലാത്ത ഒരു രീതിയിൽ കേരളത്തിൻ്റെ സമ്പത്ത് ദൂർത്തടിച്ച് ഖജനാവ് കാലിയാക്കി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെ ദൈനംദിനം സ്പർശിക്കുന്ന രീതിയിലുള്ള വിലക്കയറ്റത്തിന് യാതൊരു ഒരു നിയന്ത്രണവുമില്ലാത്ത രീതിയിൽ പഴയ കാലത്തൊക്കെ ഇവിടെ ന്യായവില ഷോപ്പുകളിലൂടെ വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങളുടെ സാധ്യത കൊണ്ട് പൊതുവിപണിയിലെ മാർക്കറ്റിലെ വില നിലവാരത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നു സർക്കാരുകൾക്ക്. ഇന്ന് അതേക്കുറിച്ച് ആലോചിക്കാൻ പോലും അവർക്ക് സമയമില്ലാത്ത രീതിയിൽ മാവേലി സ്റ്റോറുകൾ കാലിയാകുന്നു, റേഷൻ കടകൾ കാലിയാകുന്നു. അത് മെഷീന് കേടാണ് എന്ന രീതിയിൽ മെഷീൻ മൊത്തം കേടാക്കി വെക്കുക. കാരണം എല്ലാ മെഷീനും കേടാണ്. അവർ പർച്ചേസ് ചെയ്ത എല്ലാ സാധനവും സത്യത്തിൽ കേരളത്തിൽ അത് കമ്മീഷൻ വാങ്ങാനുള്ള ഒരു ഉപാധി മാത്രമായിട്ടാണ്. കാരണം ആളുകൾ പോയി റേഷൻ കടയിൽ ക്യൂ നിന്നാലാ പറയുന്നത് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. തിരിച്ചു പോരുക. അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് അരി വാങ്ങാൻ പോയവർ തിരിച്ചു വന്നിട്ട് ഈ വെള്ളത്തിൽ കുളിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കേരളം മാറി. ആ ഒരു ജീവിത സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയതിൽ മുഖ്യ പങ്ക് ഇവർക്ക് മാത്രമാണ്. കാരണം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇവിടെ നിന്ന് അധികാരം ഒഴിയുമ്പോൾ സുഭിക്ഷമായ രീതിയിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ആകെ കോവിഡ് കാലത്ത് മാത്രമാണ് പെർഫോം ചെയ്തത്. അത് കമ്മീഷൻ്റെ വമ്പ് കൊണ്ടാണ്. കാരണം അന്നത്തെ മൈദയിലൊക്കെ കമ്മീഷൻ ആയിരക്കണക്കിന് ടണ്ണ്, ഒരു കിലോയിൽ 2 റുപ്യൊക്കെ കമ്മീഷൻ വാങ്ങിയിട്ട് 30,000 50,000 ടണ്ണ് മൈദ വാങ്ങിയിരുന്നത്. അത് ഇവിടുത്തെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആയാലും അതിൻ്റെ ഉത്തരവാദപ്പെട്ടെടുത്തിരിക്കുന്നവരായാലും അതിനൊക്കെ സർക്കാർ ഒരു പൈപ്പിട്ടതായിരുന്നു. ആ പൈപ്പിട്ട പൈസയൊക്കെ വലിച്ചെടുത്ത് രാജ്യത്തെ കുട്ടിച്ചോറാക്കി മാറ്റി. താങ്ങാൻ കഴിയാത്ത കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വലിയ കടബാധ്യത പേറുകയാണ് കേരള സംസ്ഥാനം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഖജനാവ് കാലിയാണ്. ട്രഷറികൾ കൊടുക്കുന്ന ബില്ലുകൾ മടക്കുകയാണ്. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പോവുക. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് അതെങ്ങനെ വന്നാലും സാധാരണക്കാരായ ആളുകൾ അതിനെതിരെ പ്രതികരിക്കും. പഴയ കാലമൊന്നുമല്ല. ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് വാർത്താമാധ്യമങ്ങളിലൂടെയും ഇതൊക്കെ കാണുകയാണ്. ഇത്തരം ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥത, ആ കെടുകാര്യസ്ഥത ബോധ്യപ്പെട്ടിട്ടുണ്ട് ആളുകൾക്ക്. അതിനനുസൃതമായ ഒരു പ്രതികരണം അക്കാര്യത്തിൽ ഉണ്ടാകും, ഒരു സംശയമില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആത്യന്തികമായിട്ടുള്ള റിസൾട്ടിനെ ബാധിക്കാൻ പോകുന്നത്. ഈ 2 കാര്യങ്ങളാണ്. കാരണം പൗരത്വ ബില്ല് പോലുള്ള വളരെ മോശമായ അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള തീരുമാനങ്ങളുമായിട്ടാണ് കേരളം പോകുന്നത്. 800 ചില്ലാനം കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ആ സമരത്തിലുണ്ടായ കേസുകളാണ്. ആ കേസുകളൊന്നും പിൻവലിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഡിറ്റൻഷൻ സെൻറ്റർ ഇവിടെ കൊല്ലം ജില്ലയിൽ ഉണ്ടാക്കിയെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബംഗാൾ ഒഴികെ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ വന്നത് അത് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളെയും കണക്കിലെടുത്തുകൊണ്ടുള്ള വോട്ടിംഗ് പാറ്റേണാണ് ഇപ്രാവശ്യം ഉണ്ടാവുക. അതിനനുസൃതമായ ഒരു മാറ്റം 20-20 എന്ന ഒരു വലിയ ഒരു റിസൾട്ട് കേരളത്തിൽ വരാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ദിവസം കാത്തിരിക്കും.